ഇപ്പോഴധികവും കണ്ടുവരുന്നത് സംഘർഷങ്ങളുടെ ദിനങ്ങളെയാണ്. സംഘർഷങ്ങൾ പലതും ഉണ്ടാവുന്നത് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്തതിലോ ഉരസിയതിലോ ഒക്കെയാണ്. ഇത്തരം നിരവധി വാർത്തകൾ ദൈനംദിനം സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ആളുകളൊക്കെ എന്തൊക്കെയോ ടെൻഷനിൽ ജീവിക്കുകയാണ്. എന്തൊക്കെയോ ടെൻഷനുകളിൽ വെപ്രാളത്തോടെ എവിടെയൊക്കെയോ എത്തിച്ചേരാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിൽ അവരുടെ ചിന്തയെ മുറിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാനാവാത്തത്, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ അവർ അസ്വസ്ഥരാണ്. അസ്വസ്ഥരായ ഒരു ജനതയ്ക്ക് മുകളിലാണ് നമ്മൾ ഇത്തരം അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത്. ഇവരാണ് ബൈക്ക് ഓവർടേക്ക് ചെയ്തതിന്, മറ്റൊരു വണ്ടിയിൽ ഉരസിയതിന് ഒക്കെ പരസ്പരം അടികൂടുകയും അത് കൊലപാതകത്തിലും അതുപോലെ വലിയ അപകടങ്ങളിലേക്കും വഴിവെക്കുന്നത്. ഇതൊക്കെ ഒരു സംയമനത്തോടെ, ഒരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിച്ചാൽ ഇതിൽ നിന്നൊക്കെ പിന്തിരിയാൻ സാധിക്കും. ഇനി ഒരാൾ നമ്മെ ഓവർടേക്ക് ചെയ്ത് പോയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് അപകടമില്ലാത്തവരൊന്നും തട്ടിയെന്നിരിക്കട്ടെ, നാം ഒന്ന് ക്ഷമിച്ചു പോയാൽ ഒന്നും സംഭവിക്കാനില്ല. അത് ചിലപ്പോൾ നിങ്ങൾ എതിര് പറഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു അപകടത്തേക്കാൾ എത്രയോ ചെറുതായിരിക്കാം. ക്ഷമിക്കാൻ ശീലിക്കുക. പലതും ഈ നാട്ടിൽ നിന്ന്, ഈ കാലഘട്ടത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായി ജീവിച്ച് മുന്നോട്ട് പോകാനാവൂ. നമ്മുടെയൊക്കെ പലരുടെയും തണലിൽ ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവരെ ഓർത്തെങ്കിലും നിങ്ങൾ ഇത്തരം സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഗുഡ് ബൈ.